ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിച്ചില്ല. അപ്പൊ ഞാൻ ഒരു പുതിയ ഡിഷാണ് ഉണ്ടാക്കുന്നത്. സ്വീറ്റാണ് അത്. ഓറിയോ ഒരു ഈസിയും പിന്നെ അത് ഇൻഗ്രീഡിയൻസും വേണ്ടാത്തൊരു ഓരോ കേക്കാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചാണ്. അപ്പൊ അതിന്റെ ഐഡിയയിൽ വന്ന് ഇപ്പൊ നമുക്കൊന്ന് വീഡിയോ എടുത്താലോ. അപ്പൊ ഗൈസ് ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് ഇത് മൂന്ന് പാർട്ട് ഉണ്ടല്ലോ. അപ്പൊ ക്രീം ഈ പ്ലേറ്റിലേക്കും പിന്നെ ഈ ബിസ്ക്കറ്റ് ഈ പ്ലേറ്റിലേക്കും ആക്കി വെക്കണം. അപ്പൊ ഗൈസ് നമുക്ക് അങ്ങനെ എല്ലാം ആക്കി വെക്കാം. അപ്പൊ ഗൈസ് നമ്മള് ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഈ ബിസ്ക്കറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് ആഡ് ചെയ്യാം. നമ്മൾ വളരെ കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓറിയോ വെള്ളം മാറി വരും. ഓക്കെ, ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് എന്താന്ന് നോക്കിയിട്ട് ഇനി നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിതാ ജസ്റ്റ് ഒന്നുകൂടി നല്ലോണം പൊടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മള് കുറച്ചും കൂടി മിൽക്ക് ആഡ് ചെയ്യണം. നമുക്ക് ഇത് എന്റെ ഐഡിയ ആണ്. ചെറിയൊരു ഈസി ഇതായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടേസ്റ്റിലാണ് ഇത്. അപ്പൊ ഗൈസ് ഇതും കൂടി നമ്മൾക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതും കൂടി നമ്മൾക്ക് പാലിട്ട് അലിയിക്കാനും. അപ്പൊ ഗൈസ് ഞാൻ ക്രീം ഇടുന്നില്ല, ക്രീമേ ഒഴിവാക്കി. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഇങ്ങനെ നെറ്റും ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തത്. അപ്പൊ ഗൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാം. അപ്പൊ ഗൈസ് ഞാൻ ഇത് ഫ്രീസ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് പ്രത്യേകിച്ച് ഓറിയോന്റെ ടേസ്റ്റ് ഉണ്ട്. ഇത് ശരിക്കും ഓറിയോ ക്രീമി കേക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്. ഈ കേക്കിന്റെ ടേസ്റ്റ് ആണ് എൻ്റെ ബ്രദേഴ്സും പിന്നെ മമ്മിയും പപ്പയും ഒക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ കേക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.